ഹായ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷം? അങ്ങനെ എല്ലാ വർഷത്തെ പോലെ സ്കൂളിൽ ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻ ഞങ്ങളങ്ങ് കളർഫുള്ളാക്കി. ഗ്രേഡ് 2 സെക്ഷനിൽ നിന്നും ഒരു ഡാൻസ്. കുട്ടികളുടെ എക്സാം കഴിഞ്ഞു. അവരെ വീട്ടിലേക്ക് വിട്ട് പ്രാക്ടീസ് തുടങ്ങി. ഒരു സൈഡിൽ പേപ്പർ കറപ്ഷൻ, ഒരു സൈഡിൽ മാർക്ക് എൻട്രി. അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളുടെ പ്രാക്ടീസും നടന്നു. ആഹാ, അതിനിടയ്ക്ക് ഡാൻസിൽ ഞാനും. ഹായ്, മമ്മൂട്ടിയേക്കാൾ നന്നായി കളിക്കുന്നത് കൊണ്ട് പ്രോഗ്രാമിന് വേണയോ വേണ്ടേ എന്ന ചിന്തയിൽ ഇങ്ങനെ മടിച്ച് നടന്ന ഞാൻ അവസാനം സ്റ്റേജ് വരെ എത്തി. അങ്ങനെ സ്റ്റേജ് വരെ എത്താൻ കൂടെ ഉണ്ടായിരുന്നവർ തന്ന കോൺഫിഡൻസ് ചെറുതൊന്നും ആയിരുന്നില്ല. നമ്മൾ ടീച്ചേഴ്സാണ്, കുട്ടികളോട് പറയും നിങ്ങൾ ചെയ്യൂ, നിങ്ങളെ കൊണ്ട് പറ്റും, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന്. ഇതുപോലെ ഒരു കോൺഫിഡൻസ് തന്നിട്ടാണ് അവരെന്നെയും സ്റ്റേജിലെത്തിയതെന്നറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. ഇത് നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാമാണ്. ഇവിടെ അവസരം കിട്ടൂ, വേറെങ്ങും അധികം അവസരം കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള കുറേ ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ അവസാനം ഞാൻ സ്റ്റേജിലെത്തി. പിന്നെ അതിനിടയ്ക്ക് രാവിലെ അത്തപ്പൂക്കളം, അങ്ങനെ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. രാവിലെ സ്കൂൾ ബസ് മിസ്സായി. വേറൊന്നും കൊണ്ടൊന്നുമല്ല, ഇതെല്ലാം വാരിച്ചുറ്റിയ സമയത്ത് എങ്ങനെയാണ് ഇറങ്ങുക. പക്ഷേ ബസ് മിസ്സായ വിവരം ഞാൻ അറിഞ്ഞില്ല. ബസ് സ്റ്റോപ്പിൽ നിന്ന് ചേട്ടനെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. കുറേ നേരം കഴിഞ്ഞിട്ടും ബസ് വരുന്നില്ല. അവസാനം ഞാൻ ആൻറ്റിയെ വിളിച്ചു. ആൻറ്റി, ബസ് സ്കൂളിനെത്താനായിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി. അങ്ങനെ ഒരുവിധം സ്കൂളിലെത്തി. അവിടെ ചെന്നിട്ടും വിട്ട് കളഞ്ഞില്ല. വീണ്ടും മേക്കപ്പ് തുടങ്ങി. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോഷൂട്ട്. എന്തായാലും തട്ടിയും മുട്ടിയും കളിച്ച് രക്ഷപ്പെട്ടു. കൂടെയുള്ളവർ നന്നായി കളിക്കുന്നത് കൊണ്ട് എൻ്റെ മിസ്റ്റേക്കുകൾ അതിലും മുങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അവരെ കണ്ട് എനിക്കും കളിക്കാൻ പറ്റി. അങ്ങനെ 2 കാര്യങ്ങളുണ്ടായി. അതുകൊണ്ട് നിങ്ങളും ആരെയും വേദനിപ്പിക്കാതെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, സന്തോഷമായിരിക്കുക.